എല്ലാവർക്കും സിയ പറ്റിൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് മിഡാസിൻ്റെ ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ. എന്തിനാണ് അവിടെ വന്നതെന്ന് ചോദിച്ചാൽ അവിടെ ഒരു ബ്രൈഡൽ മേക്കപ്പിൻ്റെ വർക്ക്ഷോപ്പുണ്ട്. ഹായ്, നമസ്കാരം. കഴിഞ്ഞ 4 ദിവസമായിട്ട് ഇവിടെ കാലിക്കറ്റ് ജയിൽ റോഡിലുള്ള മിഡാസ് ഷോപ്പിൽ 4 ദിവസത്തെ മേക്കപ്പ് വർക്ക്ഷോപ്പും നടക്കുകയായിരുന്നു. ഇന്ന് ഫൈനൽ ഡേ ആയിരുന്നു. അപ്പോൾ ആ ഫൈനൽ ഡേയിൽ ഒരു മോഡൽ CA ആയിരുന്നു. പഠിക്കാൻ വന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ട് മോഡലായത് CA ആയിരുന്നു. ഇറ്റ് വാസ് അമേസിങ് എക്സ്പീരിയൻസ് ഇൻ ദ 4 days. ഐ എം സോ ഹാപ്പി. ശരിക്കും ഇപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഒരു ഐഡിയ വേണം. പലവർക്കും ഐഡിയ ഇല്ലായിരുന്നു ഇന്നലെ, അല്ലെ? ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു മോഡൽ ഉണ്ട്. നമ്മളൊരു സാധനം ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ കഴിഞ്ഞ 3-4 ദിവസങ്ങളായി നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള, അങ്ങനെ തന്നെ പറയാം, പ്രാക്ടീസ് ചെയ്തിട്ടുള്ള 2 ടൈപ്പ് മേക്കപ്പുകളുണ്ട്. ഏതൊക്കെയാണ്? സിസ്റ്റമാറ്റിക് മേക്കപ്പും കറക്റ്റീവ് മേക്കപ്പും. ഈ 2 മേക്കപ്പിൽ ഏത് വേണമെന്നുള്ളത് ആദ്യം ചൂസ് ചെയ്യും. ഓക്കെ, അതാണ് ആദ്യം ചൂസ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞിട്ട് എന്റെ ബ്രൈഡിനെ ഏത് ഹെയർ സ്റ്റൈലിൽ ഞാൻ ചെയ്യും എന്നുള്ളത് മനസ്സിൽ വെക്കുക. ഈ ചൂസ് ചെയ്ത സാധനം എന്ത് ചെയ്യുക? ഒരു പേപ്പർ എടുത്ത് അതിൽ എഴുതി വെക്കുക. അപ്പോൾ കറക്റ്റീവ് മേക്കപ്പ്, അതിന് ആദ്യത്തെ എന്താണ്, രണ്ടാമത്തെ എന്താണ്, മൂന്നാമത്തെ സിസ്റ്റം, 4ാമത്, 5ാമത്, 6ാമത്. അതാവുമ്പോ കോണ്ടോർ, ബ്രഷ്, ഇത് 3ഉം കൂടി ചേർത്തിട്ടാണ് ചെയ്യേണ്ടത്. അതിന് ബ്ലെൻഡിങ് ബ്രഷ് അപ്പോൾ തന്നെ എടുത്തു വെക്കണം. അത് ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ ആ ടൈമിൽ അത് ചോദിക്കണം. അപ്പൊ ഇതുള്ളത് ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് അതെടുത്ത് വെച്ചിട്ട് മേക്കപ്പ് ചെയ്യുക. അപ്പൊ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഇന്ന് ഈസി ആയിട്ട് പോകാൻ പറ്റും. ഇതില്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ് അങ്ങനെ ടെൻഷൻ ആവാണ്ട് ഇരിക്കാൻ പറ്റും. ഇപ്പൊ പിരികം ഇച്ചിരി കയറിപ്പോയി, എന്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. എന്ത് ചെയ്യും? കറക്റ്റ് ചെയ്ത് കൺസീൽ ചെയ്ത് അത് ലെവൽ ചെയ്യും. അപ്പൊ അതിന് കൺസീലർ വേണം. അപ്പൊ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തിടുക. ഐബ്രോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 4 ടൈപ്പ് ഐബ്രോസ് എന്ന് അവിടെ എഴുതി വെച്ചിരുന്ന അറിയാം. ആർച്ചേരിയറ്റ് ഇവിടെയാണ് ഇങ്ങനെ 4 ടൈപ്പ് ചെയ്യാൻ. അവിടെ നിന്നും വേറൊരു സ്റ്റെപ്പിലേക്ക് കടക്കുന്ന ദിവസമാണ് എല്ലാ സ്റ്റുഡൻസും. അപ്പോൾ അതിൽ എങ്ങനെയായിരിക്കും എന്നുള്ള എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്കുണ്ട്. ഭയങ്കര സന്തോഷത്തിലാണ്. എല്ലാവരും നേരത്തെ പണികൾ തുടങ്ങിയിട്ടുണ്ട്. സോ എന്തായാലും ഇതിന്റെ ഒരു ക്ലൈമാക്സ് ഏറ്റവും ഹാപ്പിനെസ് ആയിട്ടുള്ളതായിരിക്കും എന്നുള്ളൊരു ശുഭ പ്രതീക്ഷയുണ്ട്. കാരണം ഇവരെല്ലാവരും അടിപൊളി ആർട്ടിസ്റ്റുകളാണ്, നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഹാർഡ് വർക്കേഴ്സ് ആണെന്നുള്ള കാര്യം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. സോ ഞങ്ങളും വെയിറ്റിംഗ് ആണ്. എല്ലാവർക്കും വെയിറ്റ് ചെയ്യാം. ലാസ്റ്റ് അടിപൊളിയാവും. ഇവിടെ വന്നിരിക്കുന്ന ഇത് കാണുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ കോഴിക്കോട് 4 ദിവസം അടിച്ച് പൊളിക്കുകയായിരുന്നു. നമ്മുടെ ഒരു 20 പേരോടൊപ്പം ഞങ്ങൾ എന്താ പറയുക, മേക്കപ്പിൻ്റെ ഒരു വിവിധ പുതിയ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള സ്റ്റെപ്സ് പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ലാസ്റ്റ് ദിവസം 4ാമത്തെ ദിവസം അവർ പഠിച്ചത് ഒരു പുതിയൊരു മോഡലിൽ അവർ ചെയ്ത് കാണിക്കുന്ന, പുതിയ സ്റ്റെപ്പുകൾ ചെയ്ത് കാണിക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. അതിനുവേണ്ടി ഇന്ന് ഇവിടെ വന്നത്, ഒരു മോഡലായിട്ട് വന്നത് സിയ പവലാണ്. കുട്ടിയാണ് അവള്. അപ്പോൾ അവളെ പറയുകയാണെങ്കിൽ അറിയായിരിക്കുമല്ലോ നിങ്ങൾക്ക്. 1ാം തരം ക്ലാസിക്കൽ ഡാൻസറാണ്. ഇന്റർനാഷണൽ വേദികൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ അറിയപ്പെടുന്ന ക്ലാസിക്കൽ ഡാൻസറായിട്ട് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ വന്നതിൽ ആദ്യമേ സിയയ്ക്ക് താങ്ക്സ് പറയുന്നു. അതോടൊപ്പം രഞ്ജുമയുടെ കോഴിക്കോട്ടത്തെ ക്ലാസ് ഇന്ന് ഫൈനൽ ചെയ്യുന്നു. എല്ലാവരും വളരെ മികച്ചതായിട്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ്. ഇനിയും ഈ ഫീൽഡിലേക്ക് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും സുസ്വാഗതം. ലവ് യു. ഈ ടേബിൾ നമുക്ക് ചെയ്യാൻ വേറെ ടേബിൾ ഇല്ല. ഇന്ന് തന്നെ ബ്രൈഡായിട്ട് ഒരുക്കാൻ പോകുന്നത് ഇവരാണ്. പറഞ്ഞോ. എനിക്ക് കിട്ടിയ ബ്രൈഡാണ്, ബ്യൂട്ടിഫുൾ ബ്രൈഡാണ് സിയ. താങ്ക് യു സിയ ഇവിടെ വന്നതിന്. അപ്പൊ ഇതുകൊണ്ട് തുടങ്ങാൻ പോയത് എന്താണ്, ഞങ്ങൾ തുടങ്ങട്ടെ. ബാക്കി അവരെല്ലാം അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
ഇവിടെ 3 ബോക്സ് ഉണ്ട്. ആ 3 ബോക്സ് എനിക്ക് പോകുമ്പോ കിട്ടണം. ഡാർക്ക് മാത്രം ഇവിടെ ഉണ്ട്. ഫെയർ വീഡിയോ ഇത് വെച്ച് മനസ്സിലാക്കി എന്റെ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ്. ട്രാൻസ്ലൂഷൻ പൗഡർ ഞാൻ സംഗീത. നമ്മുടെ ഇവൻറ്റ്സ് ആണ് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. രഞ്ജു മാമിനെ വെച്ചിട്ട് 4 ദിവസത്തെ പരിപാടിയായിരുന്നു. അപ്പോൾ കോഴിക്കോട് മേക്കിട മിഡാസിൽ വെച്ചിട്ടാണ്. തേർഡ് ഫ്ലോറിൽ ഒരു ഹാളുണ്ട്, അവിടെ വെച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. 20 പാർട്ടിസിപ്പൻസ് ആണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തത്. ഇന്നിപ്പോൾ 4ാമത്തെ ദിവസമാണ്. എല്ലാം കഴിഞ്ഞു, എല്ലാവരും ബ്രൈഡ്സിനെയൊക്കെ ഒരുക്കി എല്ലാ കാര്യങ്ങളും സെറ്റായിട്ടുണ്ട്. അപ്പം ഇനി ഇതുപോലുള്ള കുറച്ച് പരിപാടികൾ മാമിനെ വെച്ചിട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് പ്ലാൻ ഉണ്ട്. ഇപ്പോൾ കോഴിക്കോടാണ് കഴിഞ്ഞത്, ഇനി നമ്മൾ അടുത്തത് കൊച്ചിയാണ് പ്ലാൻ ചെയ്തത്. അപ്പം ഇനി അവിടെ നിന്ന് കാണാം. ഈ ഒരു വർക്ക്ഷോപ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. പ്രത്യേകിച്ച് രഞ്ജു മാമിന്, സൂര്യ മാം, സുധി സാറ്, അങ്ങനെ എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. പിന്നെ മോഡലായിട്ട് വന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും താങ്ക്സ് പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഹായ്, ഞാൻ നിങ്ങളുടെ സുധി. ഇപ്പോൾ നമ്മൾ കാലിക്കറ്റാണ്. രഞ്ജുമാറിൻ്റെ 4 ദിവസത്തെ ബ്രൈഡൽ വർക്ക്ഷോപ്പിൽ ഞാനും ഉണ്ടായിരുന്നു. എൻ്റെ സെക്ഷൻ ഹെയർ ആയിരുന്നു. എനിക്കറിയാവുന്ന ഹെയർ സ്റ്റൈൽസിന് കുറച്ച് ഭാഗം എനിക്ക് ഇവരായിട്ട് ഷെയർ ചെയ്യാൻ പറ്റി. അതിൽ ഞാൻ വളരെ സന്തോഷത്തിലാണ്. നെക്സ്റ്റ് അടുത്ത വർക്ക്ഷോപ്പ് എപ്പോഴാണ് നിങ്ങളെ അറിയിക്കും. വരാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വന്ന് ജോയിൻ ചെയ്യാം. താങ്ക് യു.